ഹായ്, എൻ്റെ പേര് സാരംഗ്. ഞാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത് വരികയാണ്. ഞങ്ങൾ കോഡനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു സെക്കൻഡറി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിക്ക് ഒരു പുതിയൊരു അപ്പാർട്ട്മെന്റ് ഏതാണ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോഡൻ എന്ന് പറയുന്ന ബിൽഡർ ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം കൂടുതൽ അന്വേഷിച്ചപ്പം മാനേജ്മെന്റ് ആണെങ്കിലും ശരി, അവരിതിന് മുന്നേ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിനെ കുറിച്ചാണെങ്കിലും നമുക്ക് വളരെ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. ഞാൻ ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ് നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ പാരൻസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു റിട്ടയർമെന്റ് ലൈഫിന് ശേഷം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇംപീരിയൽ ഗാർഡൻ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ വേഴ്സറ്റാലിറ്റി എന്ന് പറയാൻ ഇതിന്റെ ഓപ്പൺനെസ് ആണ്. മെജോറിറ്റി ഓഫ് ദ സ്പേസ് ഓപ്പൺ ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ട്രഡീഷണൽ അപ്പാർട്ട്മെന്റ് സ്റ്റൈലിൽ നിന്നും ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ ഈസി ആയിട്ട് അത് അട്രാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളെ പാരൻസിന്റെ ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്നുള്ളത് നോക്കിയപ്പോൾ ഇത് വളരെയധികം ആപ്റ്റ് ആയിട്ട് തോന്നി. അതിനുശേഷം സൈറ്റ് വിസിറ്റ് ചെയ്യുകയും മാനേജ്മെന്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്ന രീതിയും എല്ലാം ഞങ്ങൾക്ക് മൊത്തത്തിൽ ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ അവർ വന്ന് കണ്ട് അവർക്കും ഇഷ്ടപ്പെട്ട് ഇപ്പൊ ഞങ്ങളുടെ നെയ്ബേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. കോഡന്റെ ഇംപീരിയൽ ഗാർഡൻ ഇഷ്ടപ്പെടാൻ കാരണങ്ങൾ പറയുകയാണെങ്കിൽ കുറെ അധികം ഉണ്ട്. അതിൽ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത് കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ഇത് കണ്ടുപിടിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യാൻ കോഡന്റെ മാനേജ്മെന്റ് ആണെങ്കിലും ശരി, അവിടെ സൈറ്റ് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ശരി, ഞങ്ങളെ ഒത്തിരി അധികം ഗൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡിന്റെ അമ്യൂണിറ്റീസ് ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഫിറ്റ്നസിനോട് ഞാനാണെങ്കിലും വൈഫാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും വളരെയധികം ഇൻക്ലൈൻഡ് ആണ്. അപ്പം കോഡിന്റെ അമ്യൂണിറ്റീസിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ, അവർക്കൊരു ബാസ്കറ്റ്ബോൾ കോർട്ട്, ഒരു ഫുള്ളി എയർ കണ്ടീഷൻ ജിം ഉണ്ട്, പിന്നെ ജോഗേഴ്സ് പാർക്ക് ഉണ്ട്, പിന്നെ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു സ്പോർട്സ് ഫിറ്റ്നസ് ഫ്രീക്ക് എന്ന് പറയുന്ന എന്നെ പോലത്തെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അമ്യൂണിറ്റീസ് അവിടെ അവർ ബൈ ഡിഫോൾട്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു അമ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആംഫി തിയേറ്റർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 200 to 300 ആൾക്കാരെ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലുപ്പമുള്ള ഒരു ആംഫി തിയേറ്റർ ട്രിവാൻഡ്രത്ത് വേറൊരു ഫ്ലാറ്റിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും റിട്ടയർമെന്റ് ലൈഫ് ആണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോഗർ പാർക്ക് പോലെ തന്നെ ഒരു വാക്ക് വേ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം റോഡിൽ പോയി നടക്കുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവർക്ക് ഉണ്ടാവില്ല. കാരണം അപ്പാർട്ട്മെന്റിന്റെ അകത്ത് തന്നെ സെക്യൂർ ആയിട്ട് അവരുടെ ഫിറ്റ്നസ്സും നടന്നു പോകും. ഇംപീരിയൽ ഗാർഡൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം കോഡൻ ആസ് എ ബിൽഡർ മാനേജ്മെന്റ് ടീമിനെ ഞങ്ങൾക്ക് കൂടുതൽ അറിയാനും അവര് എത്ര ഹെൽപ്ഫുൾ ആൻഡ് ഗൈഡിങ് ബിൽഡേഴ്സ് ആണ്, റെസ്പോൺസിബിൾ ബിൽഡേഴ്സ് ആണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പ്രോജക്ട്സും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അവർ ഉറപ്പുവരുത്താറുമുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് എവറിബഡി വി വിൽ റെക്കമെൻഡ് കോഡൻ ബിൽഡേഴ്സ്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഹൗസ്, കോഡൻ ബിൽഡേഴ്സ്.